ഇത് ഞങ്ങൾ ഓർണമെന്റ്സ് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ എടുത്ത വീഡിയോയാണ്. ഫസ്റ്റ് 2 ബാംഗിൾസ് ആണ് വാങ്ങുന്നത് എൻ്റെ സിസ്റ്റേഴ്സിന് വേണ്ടി. ഇപ്പോഴും ഓർണമെന്റ്സ് മലബാറിൽ നിന്ന് എടുക്കാറുള്ളത്. മലബാർ ഗോൾഡിലാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക. നമ്മൾ എപ്പോൾ പർച്ചേസ് ചെയ്യുന്നുണ്ടോ അത് മലബാറിൽ നിന്നായിരിക്കും. നക്ഷത്രയിൽ കളക്ഷൻസ് നോക്കിയായിരുന്നു, അവിടെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ടാവുമല്ലോ. പക്ഷേ അതിനേക്കാളും കൂടുതൽ എല്ലാവർക്കും ജെന്യുവിൻ ആൻഡ് എല്ലാ അടിപൊളിയായിട്ട് വരുന്നത് മലബാറിലായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഒപ്പീനിയൻ എന്തായാലും മലബാറിലേക്കായിരിക്കും ഞങ്ങൾ പോവുക. എവിടെ സെർച്ച് ചെയ്താലും ഓർണമെൻറ്റ്സ് എടുത്താലും കുറേ സ്റ്റഡീസ് നടത്തും, കുറേ ഷോപ്സിൽ കയറും. എന്നിട്ട് എവിടെ സെർച്ച് ചെയ്ത് ലാസ്റ്റ് എല്ലാ സ്റ്റഡിയും നടത്തിയിട്ട് ലാസ്റ്റ് എന്തായാലും പോണത് മലബാറിലായിരിക്കും. ഞങ്ങൾ ബ്രേസ്ലെറ്റാണ് ഫിക്സ് ചെയ്തത്. പക്ഷേ എൻ്റെ അനിയത്തിമാർ അതെങ്ങനെയെങ്കിലൊക്കെ നഷ്ടപ്പെടുത്തിയാലോ എന്നുള്ളൊരു ഭയം കൊണ്ട് ബാംഗിൾസ് ആക്കി. ഗോൾഡായിരുന്നു വാപ്പിക്ക് ആവശ്യമുണ്ടായിരുന്നത്. ഗോൾഡ് ആകുമ്പോൾ സ്യൂട്ടബിളാണ് എല്ലാം കൊണ്ടും. പക്ഷേ ഇവർക്ക് കൂടുതൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാവർക്കും റോസ് ഗോൾഡിനൊക്കെ ആയിട്ടായിരിക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. എനിക്കും റോസ് ഗോൾഡാണ് കുറച്ചും കൂടി ഇഷ്ടം. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒരു ഡയമണ്ട് നെക്ലസ് എടുത്തിട്ടുണ്ട് റോസ് ഗോൾഡിൽ. ഡയമണ്ട്സ് എല്ലാം റോസ് ഗോൾഡിലായിരിക്കും വരാം. ഇവിടെ ഓർണമെന്റ്സിനെ കുറിച്ച് സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വെയിറ്റ് ചെയ്യണ നേരം കൊണ്ട് കോഫി വന്നു. കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ ഒരു ബാംഗിൾ കണ്ടു. എനിക്ക് ആ ബാംഗിൾ ഭയങ്കര ഇഷ്ടമായി. ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗോൾഡിൽ സാധാ സ്റ്റോൺസ് വന്നേക്കുന്ന ഒരു ഡിസൈനാണ്. ഈ ഒരു ബാംഗിൾ ഭയങ്കര ഇഷ്ടമായി. ഞാൻ സെലക്ട് ചെയ്തൊരു ബാംഗിളാണിത്. രണ്ടുപേർക്കും സെയിം ആയിട്ട് വാങ്ങാനായിരുന്നു ഒരു എയിം ഉണ്ടായത്. അപ്പോൾ 2 റോസ് ഗോൾഡ് തന്നെ എടുത്തിട്ടുണ്ടായി. ഗോൾഡാണ് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞിട്ട് ഒരു ഗോൾഡ് എടുത്തു, ഒരാൾക്ക് റോസ് ഗോൾഡ് എടുത്തു. ഗോൾഡാണ് ഞാൻ കൂടുതൽ എടുക്കാറ്. റോസ് ഗോൾഡ് ഇപ്പോൾ 3-4 ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. ഒരു ബാങ്കിൽ ഞങ്ങൾ ഗോൾഡ് എടുത്തു, ദെൻ ഒരെണ്ണം റോസ് ഗോൾഡ് എടുത്തു. ബില്ലടിക്കുന്ന ആ ടൈമും പ്രൊസീജിയറിൻ്റെ ആ ടൈമൊക്കെ കൊണ്ട് ഞങ്ങൾ എല്ലാ കളക്ഷൻസും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. റോസ് ഗോൾഡിലൊക്കെ നല്ല കളക്ഷൻസ് വരുന്നുണ്ടായി. നെക്സ്റ്റ് എനിക്കൊരു ബ്രേസ്ലെറ്റാണ് എടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതും റോസ് ഗോൾഡിലാണ് വന്നത്. റോസ് ഗോൾഡിലൊക്കെ നല്ല 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 കളക്ഷൻസ് വരും, ഓരോ ട്രെൻഡിനനുസരിച്ചുള്ള. നമുക്ക് വാച്ചിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന കളക്ഷൻസ് നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. ബ്രേസ്ലെറ്റ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഞാൻ അതായിരിക്കും എടുക്കാൻ പോകുന്നത്. ഇവിടെ വെയിറ്റ് ചെയ്തിരുന്ന മതിയായി. വാപ്പി വന്ന് ഇവിടെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ബിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും എല്ലാ സ്റ്റഡീസ് ചെയ്ത് ലാസ്റ്റ് ആയിരിക്കും ബില്ലൊക്കെ ചെയ്ത് സെറ്റിൽമെൻറ്റ് ചെയ്യുക. ആ ടൈമിൽ ഞാൻ അവിടെ വെറുതെ ഇരുന്ന് സംസാരിക്കണൊക്കെ ഉണ്ട്, ബോറടിച്ചിരിക്കണായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ടൈം കളഞ്ഞു. അവിടെ ഓർണമെൻറ്റ്സും കളക്ഷനൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. മുതൽ ഇവിടെ നിന്ന് എടുക്കണതുകൊണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ, എപ്പോഴും മലബാറായിരിക്കും. അങ്ങനെ വാപ്പിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു സിൽവർ നോക്കാൻ പോയി. സിൽവർ ചെയിൻ. അവിടെ സിൽവറിൽ നല്ല അടിപൊളി സ്റ്റഡ് കളക്ഷൻസ് ഉണ്ടായി. ഇയറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദെൻ ഞാനിവിടെ വന്നിട്ട് ബ്രൈഡൽസിൻ്റെ കളക്ഷൻസ് നോക്കി. എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ട്രഡീഷണൽ ഹിന്ദു കൾച്ചറിലുള്ള ഓർണമെൻറ്റ്സ്. ഇങ്ങനെ കൃഷ്ണൻ്റെയൊക്കെ കൊത്തുപണികൾ വരുന്ന ഇങ്ങനെ എന്തെങ്കിലും ആർട്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ബുദ്ധൻ്റെ പ്രതിമ. വാപ്പിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ. ശരിക്കും പറഞ്ഞാൽ ഡിഫറെൻറ്റ് പാറ്റേൺസും യൂണീക്ക് ഡിസൈൻസും ഗോൾഡിൽ മാത്രമേ വരുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുള്ളൂ. കാരണം എന്ത് ബ്യൂട്ടിഫുള്ളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ 18 ക്യാരറ്റാണ്. എനിക്ക് 18 ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണല്ലോ. ചോക്കേഴ്സും നെക്ലസ് എല്ലാം കാണാൻ എന്ത് ഭംഗിയാണ്. ബ്രൈഡൽ കളക്ഷൻ ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ഞാൻ അതിങ്ങനെ നോക്കി കളക്ഷൻസൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബാംഗിൾസൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായി. പക്ഷേ അതിനൊക്കെ പണിക്കൂലി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഭയങ്കര കൂടുതലാണ്. അമ്മ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നഷ്ടവുമാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നെക്ലസ് എനിക്ക് വാപ്പി എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ആഫ്റ്റർ എക്സാം ഈ ഒരു നെക്ലസ് നല്ല മാർക്കോടെ പാസ്സായ വാങ്ങിത്തരാമെന്ന് വാച്ച് ചെയ്ത് നടക്കുന്ന ടൈം കൊണ്ട് ബില്ലിംഗ് ഒക്കെ സെറ്റിൽ ചെയ്ത് വീട്ടിലേക്ക് പോയി. ബൈ.